نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. പുതിയ ഒരു അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കൾ ഭൗതിക വിദ്യാഭ്യാസപരമായി ഉയർന്നു ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയേണ്ടതില്ലാത്ത, ഉത്ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. എന്നാലും ചില കാര്യങ്ങൾ കൂടിയാലോചന നടത്തി മുൻകൈ എടുക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ വിദ്യാഭ്യാസ കാര്യത്തിലെ നിലപാടുകൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. അതൊരിക്കലും മതവിരുദ്ധമായ കാര്യമല്ല എന്നു മാത്രമല്ല, ദുനിയാവ് നല്ലതായിരിക്കണം എന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദീനിൽ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദുനിയാവ് മാത്രം മതി എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും അപകടകരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും ഒരുമിച്ച് തേടാൻ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, ദുനിയാവിന് വേണ്ടി മാത്രം തേടുന്ന ആളുകൾ, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾ, ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ, ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവർ, ദുനിയാവിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ ഒന്നും തന്നെ അവർക്കില്ല. ആഖിറത്തിൽ അവർ ശൂന്യഹസ്തരാണ്. വമിൻഹും മൻ യഖൂൽ, എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, അവരിങ്ങനെ പറയുന്നവരാണ്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ദുനിയാവിലും ഹസനത്ത് തരണേ, ആഖിറത്തിലും ഹസനത്ത് തരണേ, ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഉലൈക ലഹും നസീബും മിമ്മാ കസബു
വല്ലാഹു സരീഉൽ ഹിസാബ്. അവർ സമ്പാദിച്ച വിഹിതം അവർക്കുണ്ട്. ദുനിയാവിൽ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ച് നല്ല വിശ്വാസവും നല്ല ദീനും നല്ല മതബോധവും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഏറ്റവും നല്ല ഉപജീവനവും നല്ല ഭൗതിക വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ആവശ്യപ്പെടാവുന്നതാണ്. ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് പരലോകത്തിനു വേണ്ടി ജീവിക്കുക എന്നതല്ല, മറിച്ച് പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിന്റെ എല്ലാ നന്മകളും നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ട 2 ലക്ഷ്യബോധമുണ്ട്. അതിൽ ഒന്നാമത്തേത് പരമമായ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് പരലോക വിജയമാണെന്നുള്ള ബോധമാണ്. പരമമായ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോക വിജയമാണ്. ആ ലക്ഷ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ കൃത്യമായി നട്ടുപിടിപ്പിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തോൽവിയാണത്, ഏറ്റവും വലിയ പരാജയമാണത്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ പരലോക ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതമെന്നും അവിടുത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, നീ എന്ത് ചെയ്താലും അതൊരു അണുമണി തൂക്കമാണെങ്കിൽ പോലും ഫതകും ഫീ സഖറ, അത് വല്ല പാറക്കുള്ളിലോ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, വാനലോകത്ത് ആകാശലോകത്ത് എവിടെയെങ്കിലും ആകട്ടെ, ഭൂമിയിൽ എവിടെയെങ്കിലും ആകട്ടെ, യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹ് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം സൂക്ഷ്മജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ, അവൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ജീവിച്ചാലും അവനൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ അവന് സാധിക്കുന്നു. കാരണം എന്റെ റബ്ബിന്റെ അറിവിനെ ഭേദിച്ചുകൊണ്ട്, എന്റെ റബ്ബിന്റെ കാഴ്ചയെ ഭേദിച്ചുകൊണ്ട്, എന്റെ റബ്ബിന്റെ കേൾവിയെ ഭേദിച്ചുകൊണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ബോധം അവന്റെ മനസ്സിൽ, അവന്റെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ ഒരു തിന്മയിലേക്കും പോകാനും അവന് സാധ്യമല്ല. എന്റെ നാട്ടുകാരോ അതല്ലെങ്കിൽ എന്റെ കൂട്ടുകാരോ ഇല്ലാത്ത ഈ ഹോസ്റ്റൽ മുറിയിൽ, എന്റെ രക്ഷിതാക്കൾ കാണാനില്ലാത്ത, അധ്യാപകരറിയാത്ത ഈ യാത്രാവേളയിൽ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാക്കും എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. എന്റെ കൈകളിലോ എന്റെ ചുണ്ടിലോ വെക്കുന്ന ലഹരിയുടെ അംശം അതെന്റെ റബ്ബ് കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. ഞാൻ എവിടെ തനിച്ചായാലും ഞാൻ ഒറ്റക്കല്ല, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം അത് നമ്മുടെ മക്കളുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഒന്നാമതായി നമ്മുടെ മക്കളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട ലക്ഷ്യബോധം. രണ്ടാമത്തേത്, ദുനിയാവിൽ എങ്ങനെയാകണം, നമ്മുടെ മക്കൾ ദുനിയാവിൽ എങ്ങനെയാകണമെന്നുള്ള കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഭൂരിഭാഗം ആളുകളും കൃത്യമായ പ്ലാൻ ഇല്ലാതെ, ലക്ഷ്യബോധമില്ലാതെയാണ് പല കോഴ്സുകളും അവർ തെരഞ്ഞെടുക്കുന്നത്. അധികം ആളുകളും ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരാണ്. ഇന്ന് SSLCയുടെ റിസൾട്ട് വരികയാണല്ലോ. എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് കുട്ടി പഠിക്കുന്നത് എന്ന് വിദ്യാർത്ഥിക്ക് അറിയാത്ത അവസ്ഥയാണ് പലപ്പോഴും. എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത്, ഇത് രക്ഷിതാക്കൾക്കും അറിയാത്ത അവസ്ഥയാണ്. എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ധാരാളം പണം ചെലവാക്കി പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് പോലും ധാരണയില്ലാത്ത അവസ്ഥ. എന്റെ കൂട്ടുകാരി എവിടെ പോകുന്നു, ഏത് കോഴ്സ് തെരഞ്ഞെടുക്കുന്നു, എന്റെ കൂട്ടുകാരൻ എവിടെ പോകുന്നു, അവൻ ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കുന്നത്, അതിനനുസരിച്ച് തങ്ങളുടെ കോഴ്സുകൾ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളാകട്ടെ അതിന് വകവെച്ചു കൊടുക്കുകയാണ് പലപ്പോഴും പതിവ്.
SSLC കഴിഞ്ഞ് അടുത്ത ഒരു ഭാഗം തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത്? +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരണം. അത് ഏത് കോഴ്സിന് ചേരണം, എവിടെ ചേരണം, ഇതിനെ സംബന്ധിച്ചൊന്നും പലപ്പോഴും ഒരു കൃത്യമായ ധാരണ വിദ്യാർത്ഥികൾക്കില്ല, രക്ഷിതാക്കൾക്കുമില്ല. വിദ്യാർത്ഥികൾക്കനുസരിച്ച് അങ്ങനെ നിന്നുകൊടുക്കുന്നുവെന്ന് മാത്രം. ഈ സമയത്ത് എന്തു പഠിച്ചാലാണ് ഉപകാരമുള്ളത് എന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കരിയർ ഗൈഡൻസ് സെന്ററുകൾ, അതുപോലെ തന്നെ കൗൺസിലിംഗ് സെന്ററുകളൊക്കെ ധാരാളമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർ മനസ്സിലാക്കി വെച്ചാൽ മാസാമാസം കുട്ടികൾ പണം ചോദിക്കുമ്പോ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താൽ മാത്രമേ, ധാരാളം പണം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താൽ മാത്രമേ നല്ല വിദ്യാഭ്യാസമാവുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വ്യക്തി എന്നുള്ള നിലക്ക് എന്റെ മകനും എന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ സമുദായത്തിനും ഗുണം ചെയ്യുന്ന കോഴ്സ് ഏതാണ് എന്ന് കൃത്യമായി അതുമായി ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിച്ച് മനസ്സിലാക്കി വേണം തിരഞ്ഞെടുക്കാൻ. അതോടൊപ്പം തന്നെ അവളുടെ അഭിരുചി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അവന്റെ ആയുസ്സിൽ നിന്ന് പ്രധാനപ്പെട്ട വർഷങ്ങൾ, 5 വർഷങ്ങൾ അല്ലെങ്കിൽ അതിലേറെ വർഷങ്ങളാണ് ഇതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതിനെ സംബന്ധിച്ച് കൃത്യമായ ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതുണ്ട്. നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കണം. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവർ തന്നെയാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഒരു പക്വത അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർ വലിയ സംഖ്യ ഡൊണേഷൻ നൽകി ജുമുഅ വരെ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോയി ചേരുന്നവരുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ അനുഭവം പറയാറുണ്ട്. ജുമുഅ നിസ്കരിക്കാൻ ക്യാമ്പസിന്റെ മതിൽ ചാടി ജുമുഅക്ക് പോയ അനുഭവങ്ങൾ അവർ പങ്കുവെക്കാറുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഗൗരവമായി നിലപാടെടുക്കേണ്ട വിഷയമാണ്. ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമേ എന്റെ മക്കളെ ഞാൻ ചേർക്കുകയുള്ളൂ. ജുമുഅക്ക് നേരത്തെ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലായിരിക്കണം നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തേണ്ടത്. നമ്മളൊരു പക്ഷേ ആ സ്ഥാപനത്തിന്റെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച്, അവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലുള്ള സർട്ടിഫിക്കറ്റിന്റെ മൂല്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ അവൻ അല്ലെങ്കിൽ അവൾ മരണപ്പെട്ടു പോയാൽ അവളുടെ പരലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? 5 നേരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്ഥാപനത്തിനടുത്ത് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ CRE പോലെയുള്ള സംവിധാനങ്ങളുണ്ടോ? സ്ഥാപനങ്ങളിൽ പലപ്പോഴും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഖുർആൻ പഠന സംരംഭത്തിൽ എന്റെ മക്കൾക്ക്, എന്റെ മകൾക്ക്, എന്റെ മകന് സംബന്ധിക്കാനുള്ള അവസരം അവിടെയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം സ്ഥാപനങ്ങളിൽ നമ്മൾ ചേർക്കാൻ. ക്യാമ്പസിന്റെ ഹോസ്റ്റൽ മുറി പലപ്പോഴും സൗജന്യമായി താമസിക്കാൻ കിട്ടിയിട്ടും ഒരുപാട് പണം ചെലവാക്കി എന്റെ മകന് ഇടക്കിടക്ക് ദീന് കേൾക്കണം, അവന് ദീനിന്റെ കാര്യത്തിൽ ഉത്ബുദ്ധനാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പള്ളികളുടെ അടുക്കൽ വലിയ വാടക കൊടുത്തു തന്നെ റൂം വാടകക്കെടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടക്കിടക്ക് മനസ്സിലേക്ക് ദീനിന്റെ അറിവും അതുപോലെ തന്നെ ഉത്ബോധനവും അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മക്കളുടെ മനസ്സ് അറിയാതെ തന്നെ വഴിമാറിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കോളേജിലേക്ക് പോയി 1 മാസം കഴിയുമ്പോഴേക്ക് അവന്റെ മുടിയുടെ കോലം മാറും, അവന്റെ വസ്ത്രത്തിന്റെ കോലം മാറും, അല്ലെങ്കിൽ അവളുടെ ചിന്താഗതി മാറും, അവളുടെ വേഷവിധാനം മാറും. പലപ്പോഴും രക്ഷിതാക്കളുടെ മുന്നിൽ ഒരു വേഷമായിരിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ മറ്റൊരു വേഷവുമായി, പ്രച്ഛന്ന വേഷവുമായി നടക്കുന്ന അവസ്ഥ അവൾക്കോ അവനോ ഉണ്ടാകും. നമ്മൾ കൈ പിടിച്ചു കൊണ്ടാക്കിയ നമ്മളുടെ നല്ല കുട്ടി മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 4-മതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ്. ലഹരിയിലും മോശമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥികൾ ഇന്ന് പ്രതികളാണ്. നമുക്കറിയാം, ഒരു
ഗ്രാമിന് 5000 മുതൽ 10,000 വരെ വിലയുള്ള MDMA വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്നത് ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. എന്നാൽ അതിലേറെ വലിയ പ്രശ്നമാണ് നമ്മുടെ മക്കളുടെ വിശ്വാസം എന്നത്. പല വിദ്യാർത്ഥികളും ക്യാമ്പസുകളിൽ നിന്ന് ലിബറൽ ചിന്തകൾ പേറി, ഒരു യുക്തിയുമില്ലാത്ത യുക്തിരഹിത യുക്തിവാദവും പേറി തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ പച്ചയായി നിഷേധിക്കുന്ന കാഫിറുകളായി പുറത്തിറങ്ങുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവർക്ക് അവരുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ എന്നത് നമ്മുടെ പ്രതീക്ഷയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഞാനൊരു സ്വതന്ത്രനാണ്, മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല, ദൈവം എന്നത് കേവലം സങ്കല്പമാണ്, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, എന്നെ ചോദിക്കാൻ എന്നോട് കൽപ്പിക്കാൻ ആരും വരേണ്ടതില്ല എന്ന രീതിയിലുള്ള ലിബറൽ നാസ്തികതയുടെ ചതിക്കുഴിയിൽ പലപ്പോഴും നമ്മുടെ മക്കൾ വീണുപോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമാണ്. അവർ ആ ചളിക്കുണ്ടിൽ വീണത് പലപ്പോഴും രക്ഷിതാക്കൾ അറിയുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. എന്നുവെച്ചാൽ നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് അതാത് സമയത്ത് തന്നെ കൊടുക്കണം. അത് കൊടുക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് പാടില്ല. 4 വയസ്സിൽ 5 വയസ്സിൽ കൊടുക്കേണ്ടത് 5 വയസ്സിൽ തന്നെ കൊടുക്കണം. 8, 10, 12, 13 വയസ്സിൽ അവർക്ക് കിട്ടേണ്ടത് ആ പ്രായത്തിൽ തന്നെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും മദ്രസകളിലോ ദീനീ പഠന സംരംഭങ്ങളിലോ അവരെ പറഞ്ഞയക്കുകയില്ല, കൂട്ടിലിട്ട് അവരെ വളർത്തുകയും അവസാനം ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ നിന്ന് ഇത്തരം വലകളിൽ അവർ ബന്ധിക്കപ്പെട്ട് പുറത്തു ചാടുമ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കൈമലർത്തിയതുകൊണ്ട് യാതൊരു ഫലവുമില്ല. CRE പോലെ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പോലെ, പീസ് റേഡിയോ പോലെയുള്ള ഓൺലൈൻ ദഅ്വാ സംരംഭങ്ങളെ പോലെ ഒട്ടനേകം ദീനീ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനുള്ള, അത് കേൾക്കാനുള്ള, പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇന്നുണ്ട്. ആ അവസരങ്ങളിൽ നമ്മുടെ മക്കളെ വ്യാപൃതരാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സംവിധാനങ്ങളുണ്ട്. കൊച്ചുമക്കൾക്ക് 4 വയസ്സ് 5 വയസ്സ് മുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സ്കൂൾ ഓഫ് ഖുർആൻ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്രസ സംവിധാനങ്ങളുണ്ട്. ജുമുഅ ഖുതുബകൾ കുടുംബസമേതം കേൾക്കാൻ, മക്കളെ കേൾപ്പിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദീനീ സംരംഭങ്ങൾ, ഖുതുബകൾ, ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, ഇതിനൊക്കെ നമ്മൾ വരിക എന്നല്ലാതെ കുടുംബത്തെ കൂട്ടാത്ത, മക്കളെ കൂട്ടാത്ത ആളുകളുണ്ട്. അവർക്ക് നേരില്ല, അവർക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തിരക്കാണ്, പെങ്ങൾക്ക് തിരക്കാണ്, ഞാൻ മാത്രം, എല്ലാറ്റിനും ഞാൻ മാത്രം എന്നുള്ള ചിന്തയല്ല. കുടുംബസമേതം ജുമുഅക്ക് വരാൻ, ക്ലാസുകളിൽ സംബന്ധിക്കാൻ, ദീനി ഉത്ബോധന സദസ്സുകളിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും മതവിദ്യാഭ്യാസത്തോട് വിമുക്തിയാണ്. അല്പം ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾ വരെ അതിനെ അവഗണിച്ച അവസ്ഥയിൽ മുന്നോട്ട് പോകുകയും അവസാനം മക്കൾ വഴിപിഴച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുമ്പോ മാത്രം കൈമലർത്തി നിൽക്കുന്ന ധാരാളം കാഴ്ചകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ മതബോധം ഓരോ പ്രായത്തിലും അതിനനുസരിച്ച് അവർക്ക് നൽകേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ മതപഠനം നൽകാത്ത പല രക്ഷിതാക്കളുമുണ്ട്. അതൊന്നുമായിട്ടില്ല, അതൊക്കെ അവന് വേണമെങ്കിൽ പിന്നെ അവന്റെ ആവശ്യത്തിനനുസരിച്ച് അവൻ പഠിച്ചോട്ടെ എന്നാ പറയാ. എന്നാ സ്കൂളിന്റെ കാര്യത്തിലോ അവിടെ അതില്ല. 5 വയസ്സിൽ തന്നെ, അല്ലെങ്കിൽ 4 വയസ്സിൽ തന്നെ, വേണ്ട 3 വയസ്സിൽ തന്നെ പ്രീ ക്ലാസ് മുതൽ സ്കൂളിൽ കൃത്യമായി പഠിക്കുന്നുണ്ട്. എന്നാൽ അതേ മക്കളെ മതവിദ്യാഭ്യാസം നൽകണ്ടേ എന്ന് ചോദിച്ചാൽ അതൊക്കെ അവനാകുമ്പോ അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ പഠിച്ചോളും എന്നാ പറയാ. ഒരിക്കലും ആ ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ് വളർന്നു വരുമ്പോ ദീനിയായി അവനെ സംസ്കരിച്ചു വളർത്താൻ. 7 വയസ്സാകുമ്പോ അവൻ നമസ്കാരത്തോട് കൽപ്പിക്കാൻ, 10 വയസ്സാകുമ്പോ 7, 8, 9, 10 വയസ്സിൽ നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ട് 3-4 വർഷം കൽപ്പിച്ചിട്ടും അതിന് അനുസരിക്കുന്നില്ലെങ്കിൽ അടിക്കാൻ, ഈ നിലക്കുള്ള കൃത്യമായ സംസ്കരണത്തോടുകൂടി, അദബോടുകൂടിയാണ് മക്കളെ വളർത്തേണ്ടത്. ആ നിലക്ക് തന്നെയാണ് ദീന് നമ്മളെ ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയോ കൃത്യമായി ചെറുപ്പത്തിൽ മതബോധം നൽകിയ ആളുകളുടെ അവസ്ഥയോ മദ്രസയിലെ 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോ അതോടുകൂടി എല്ലാം പൂർത്തിയായി, പൂർണ്ണമായി ദീന് പൂർത്തിയായി, എന്റെ മകന് കിട്ടി അല്ലെങ്കിൽ മകൾക്ക് കിട്ടി, അതോടുകൂടി അവസാനിപ്പിച്ചു.
പിന്നെ ബോധം വരുന്ന, പക്വത വരുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മതപഠന ക്ലാസുകളില്ല. അവർക്ക് ദീന് കൊടുക്കുന്ന എത്രയോ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിന് പറയാ അവന് ധാരാളം പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 1 മണിക്കൂർ പോലും ദീന് പഠിക്കാൻ അവന് വിടാൻ സന്നദ്ധരല്ല. രക്ഷിതാക്കളും ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിനനുസരിച്ച് താങ്ങി നിൽക്കുന്ന മക്കളെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെയാണ് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50,000-ഉം 1,00,000-ഉം അല്ല അതിനപ്പുറവും ലക്ഷങ്ങളും കൊടുത്ത് ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോ അല്പം മതവിദ്യാഭ്യാസത്തിന് എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കണമെന്ന് പറയുമ്പോ അവിടെ ദേഷ്യമാണ്, അല്ലെങ്കിൽ അതിനോടെന്തോ ഒരു വിമുഖത കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതല്ല യഥാർത്ഥ ജീവിതം എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ. നമ്മളെ ഏൽപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാക്കണേ, കുടുംബത്തെ കാക്കണേ എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുഷരായ കഠിനന്മാരായ മലക്കുകളാണ് അവിടെയുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ല കൽപ്പിച്ചതിനോട് ഒന്നും അനുസരണക്കേട് കാണിക്കാത്ത, എന്തെല്ലാം കൽപ്പിക്കപ്പെട്ടോ അതെല്ലാം അപ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് മക്കൾ എന്നത് നമുക്കൊരു പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ആ മക്കളെ നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് വളർത്തുന്നത് എന്നത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ രക്ഷിതാക്കൾ അവരോടുള്ള ഉത്തരവാദിത്തം കൃത്യമായി അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സുരക്ഷയേകുന്ന ദീന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ സാധിക്കണം. അതിലൂടെ മാത്രമേ, ആ ഒരു ദീനീ ബോധത്തിലൂടെ മാത്രമേ മക്കളെ എല്ലാ തിന്മകളിൽ നിന്നും മാറ്റി നിർത്താനാവൂ. പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പഴയ കാലഘട്ടത്തിൽ അങ്ങോട്ട് പോകേണ്ടതില്ല, അതല്ലെങ്കിൽ അത് ചെയ്യേണ്ടതില്ല, ഒന്നും വേണ്ട, വീട്ടിൽ അവരെ വാതിലടച്ചിട്ടാൽ തെറ്റുകളിലേക്കൊന്നും പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ഇന്ന് വാതിലടച്ചിടുന്നതാണ് ഏറ്റവും വലിയ പേടി. അതിനനുസരിച്ച് ടെക്നോളജി മാറിയപ്പോ അവിടെ കുട്ടിയെ എല്ലാ തിന്മകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നത് നേരത്തെ പറഞ്ഞ ആയത്തായിരിക്കണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫി സഖറ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്, ഒരു അണുമണി തൂക്കമാണ് ചെയ്തതെങ്കിലും അത് വലിയ പാറക്കുള്ളിലോ അതല്ലെങ്കിൽ വാനലോകത്തോ ഭൂമിയിൽ എവിടെയെങ്കിലും ആണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹ് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന ബോധ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരം തിന്മകളിൽ നിന്നെല്ലാം മാറി യഥാർത്ഥ വിശ്വാസിയായി ഏത് പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ അവന് സാധിക്കും. ആ ബോധ്യമാണ് നമ്മുടെ മക്കളിൽ നമ്മൾ നട്ടുവളർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് സാലിഹായ മക്കളാക്കി വളർത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമുക്ക് ഭൗതിക ലോകത്തും പരലോകത്തും സുരക്ഷയേകുന്ന സുരക്ഷാ കവചമാണ് ദീൻ എന്നത്. ആ ദീന് അന്ത്യശ്വാസം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെയും അതിന് പ്രാപ്തമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈറിൻ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ, എന്റെ ദീൻ എനിക്ക് നന്നാക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷ എന്റെ ദീനാണ്. ദുനിയാവ് നന്നാക്കി തരണേ,
എന്റെ ജീവിതം, എന്റെ ഉപജീവനം എല്ലാം ആ ദുനിയാവിലാണ്. ആഖിറത്ത് നന്നാക്കി തരണേ, അതിലേക്കാണ് എന്റെ മടക്കം. എന്റെ ഈ ജീവിതത്തെ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുന്നതാക്കണേ, എല്ലാ തിന്മകളിൽ നിന്നുള്ള രക്ഷയാക്കണേ എന്റെ മരണം. ഇങ്ങനെ ഇതിൽ ആദ്യമായി പറഞ്ഞത് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ കാര്യങ്ങളുടെ സുരക്ഷയായ ദീൻ എനിക്ക് നന്നാക്കി തരണേ എന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ദഅ ബി ഇസ്ലാഹി ദീനി അവ്വലൻ, ആദ്യമായി ദീൻ നന്നാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. കാരണം ലിഅന്നഹു അഅ്ലമുൽ മഖാസിദ് വ അഹമ്മുൽ മതാലിബ്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ദീനാണ്. കാരണം ലിഅന്ന മൻ ഫസദ ദീന ഫഖദ് ഖാബ വ ഖസിറ ദുനിയ വൽ ആഖിറ. മൻ ഫസദ ദീനഹു, ആരുടെ ദീനാണോ ഫസാദായതെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ ദുനിയ വൽ ആഖിറ, അവൻ ദുനിയാവും ആഖിറത്തും അവന് നഷ്ടപ്പെട്ടു എന്നതാണ്. ദീന് ഫസാദായാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ദുആയും കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ നീ മുസീബത്ത് ഉണ്ടാക്കരുത്. എന്താ ദീനിൽ മുസീബത്ത് ഉണ്ടാവുക? ദീനിൽ നിന്ന് അകന്നു പോവുക, ദീന് കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരിക. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള ഇഖ്ലാസ് ഉണ്ടാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക. അവിടെയാണ് ജീവിതത്തിന്റെ അവലംബവും സുരക്ഷയും അതായിരിക്കണം. ഒരു കുട്ടി വളർന്നു വരുമ്പോ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയണമെങ്കിൽ അവനിൽ ദീനുള്ള നല്ല മനസ്സുണ്ടാകണം, നല്ല ദീനുണ്ടാവണം. വാർദ്ധക്യകാലത്ത് നമ്മുടെ മക്കൾ നമ്മെ പരിചരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ ആ മക്കളുടെ ഒരു തലോടൽ അത് വലിയ ആശ്വാസമായി തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മരിച്ച് മണ്ണോട് ചേർന്നാലും എന്നെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് എന്റെ മക്കൾ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മാതൽ ഇബ്നു ആദം ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. മൂന്ന് കാര്യങ്ങളൊഴികെ നമ്മൾ ഇന്ന് മരണപ്പെട്ടാൽ നമ്മുടെ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മൂന്ന് കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഒന്ന് പറഞ്ഞു സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ വല്ലത് ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി മുറിയാതെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിസ്കാരം ഇനി നമുക്കില്ല. ഈ സ്പോട്ടിൽ നമ്മൾ മരണപ്പെട്ടാൽ ഇന്ന് അസ്ർ നമുക്കില്ല, മഗ്രിബില്ല, ഇശ ഇല്ല, കഴിഞ്ഞു. നോമ്പില്ല, ദിക്റില്ല, ഖുർആൻ പാരായണമില്ല, എല്ലാം അവസാനിച്ചു. മൂന്ന് കാര്യങ്ങൾക്ക് പ്രതിഫലം ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒന്ന്, ജാരിയായ സദഖ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. രണ്ട്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ആളുകൾക്ക് ഉപകാരമുള്ള വല്ല ഇൽമും നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂലി അവർക്കൊന്നും കുറയാതെ നമുക്ക് ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തേത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമ്മൾ വളർത്തിയെടുത്ത പൊന്നുമക്കളുണ്ട് അവിടെ, സ്വാലിഹായ മക്കൾ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ഈ പ്രതീക്ഷകളെല്ലാം സാക്ഷാത്കരിക്കണമെങ്കിൽ ആ മക്കളിൽ നല്ല മതബോധമുണ്ടാകണം. അതുകൊണ്ട് അവരെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ട് ചേർക്കണം, നല്ല മതസ്ഥാപനങ്ങളിൽ കൊണ്ട് ചേർക്കണം. ഒറ്റക്കാകട്ടെ, കൂട്ടത്തിലാകട്ടെ, അല്ലെങ്കിൽ നാട്ടിലാകട്ടെ, പുറത്താകട്ടെ, എവിടെ ഏത് സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും ആ നിലക്ക് ധാർമ്മിക ബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള, അധർമ്മത്തിനെതിരെ, തിന്മക്കെതിരെ ധർമ്മസമരം നടത്തുന്ന വിദ്യാർത്ഥികളുടെ കൂടെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തേണ്ടതുണ്ട്. ഈ ഒരു വേനൽ അവധിക്കാലത്ത് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമുണ്ട്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് മെയ് 6-ാം തീയതി മുതൽ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചിട്ടുള്ള സൊല്യൂഷൻ എന്ന എക്സിബിഷൻ. ക്യാമ്പസ് സാഹചര്യങ്ങളെ എങ്ങനെ അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള കൃത്യമായ പ്രദർശനമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ 11-ാം തീയതി നടക്കുന്ന സ്റ്റുഡൻസ് കോൺഫറൻസ്, വിദ്യാർത്ഥി സമ്മേളനം, എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ പലപ്പോഴും തിന്മകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ ആ തിന്മക്കെതിരെ പ്രതിരോധിച്ചു നിന്നുകൊണ്ട് നന്മയിലൂടെ, ധർമ്മത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള കൃത്യമായ മാർഗദർശനമാണ്
ഈ മക്കൾക്ക് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് വാഹന സൗകര്യമുണ്ട്. നമ്മുടെ മക്കളെല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളോടും പ്രതിരോധിച്ചു നിന്നുകൊണ്ട് നന്മയിലൂടെ മുന്നോട്ടു പോകുന്ന മക്കളാക്കി വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.